മുതിർന്ന കോൺഗ്രസ് നേതാവ് മിലിന്ദ് ദേവ്ര കോൺഗ്രസ് വിട്ടു. തന്റെ കുടുംബത്തിന്റെ 55 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് മിലിന്ദ് ദേവ്ര പറഞ്ഞു. ജിൽബിയുടെ വിശദാംശങ്ങളുമായി. ജിൽബി, ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോൺഗ്രസിന് മുംബൈയിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മുതിർന്ന നേതാവും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായിരുന്ന മിലിന്ദ് ദേവ്ര കോൺഗ്രസ് വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എക്സില് അദ്ദേഹം കുറിച്ചത് തന്റെ കുടുംബത്തിന്റെ 55 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നു, നിർണായക അധ്യായത്തിന് അവസാനം എന്ന് കുറിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് വിട്ട വിവരം എക്സിലൂടെ മിലിന്ദ് ദേവ്ര അറിയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഇത്തരത്തിൽ മിലിന്ദ് ദേവ്ര കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മിലിന്ദ് ദേവ്ര ഏക്നാഥ് ഷിൻഡെ പക്ഷ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ശിവസേനയിൽ ഏക്നാഥ് ഷിൻഡെ പക്ഷം ശിവസേനയിൽ ചേരുമെന്നാണ് അഭ്യൂഹങ്ങൾ ഒക്കെ പുറത്തു വരുന്നത്. അതായത് സൗത്ത് മുംബൈ, ദക്ഷിണ മുംബൈ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇതുവരെ മിലിന്ദ് മത്സരിച്ചിരുന്നത്. ഉത്തരപക്ഷ ശിവസേനയിലെ അരവിന്ദ് സാവന്താണ് സിറ്റിംഗ് എം പി ആയിട്ട് അവിടെ ഉള്ളത് താനും. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സാവന്തിനോട് മിലിന്ദ് തോൽക്കുകയായിരുന്നു. ഈ തവണ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഉത്തരപക്ഷം. അതിനാൽ തന്നെ ഈ ഉത്തരപക്ഷത്തിന് കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകേണ്ടി വരികയും ചെയ്യും. അതിനാൽ തന്നെ ഷിൻഡെ പക്ഷത്ത് ചേർന്നാലും സൗത്ത് മുംബൈ മണ്ഡലത്തിൽ നിന്ന് മിലിന്ദ് മത്സരിക്കാൻ ആകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ നിലവിലെ മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നർവേക്കറെ മത്സരിപ്പിക്കാനാണ് BJPയും തീരുമാനിച്ചിട്ടുള്ളത്. അതിനാൽ മിലിന്ദിന് ഷിൻഡെ പക്ഷം രാജ്യസഭാ സീറ്റ് നൽകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ മിലിന്ദ് ദേവ്ര നേരത്തെ തന്നെ കോൺഗ്രസ് വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അത് വെറും തെറ്റായ വാർത്തയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മിലിന്ദ് ദേവ്ര തന്നെ മുമ്പോട്ട് വെച്ചെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിട്ടു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. മിലിന്ദ് ദേവ്ര തന്നെ ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ 55 വർഷത്തെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിട്ടിരിക്കുമെന്ന് പറയുന്നു. ഷിൻഡെ പക്ഷ ശിവസേനയിലേക്ക് മിലിന്ദ് ദേവ്ര പോയേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. തുടരുക. ഇപ്പോൾ മുംബൈയിൽ നിന്ന് പ്രേംലാൽ കൂടി ചേരുന്നുണ്ട്. പ്രേംലാൽ, അതായത് നീണ്ട 55 വർഷത്തെ കോൺഗ്രസ് ബന്ധമാണ് മിലിന്ദ് ദേവ്ര ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായും മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മിലിന്ദ് ദേവ്ര പാർട്ടി വിടുമെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഹാരാഷ്ട്രയിലെ പാർട്ടി വൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് പാർട്ടിയുടെ മുൻ മുംബൈ പ്രസിഡന്റ് കൂടിയായിരുന്ന മിലിന്ദ് ദേവ്രയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശിവസേന ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്കാണ് ദേവ്രയുടെ ചൂടുമാറ്റമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോൺഗ്രസ് നേതാവ് മുരളി ദേവ്രയുടെ വിയോഗത്തിന് ശേഷം മകൻ മിലിന്ദ് ദേവ്രയാണ് ദക്ഷിണ മുംബൈയെ പ്രതിനിധീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPയോടൊപ്പം മത്സരിച്ച ശിവസേനയുടെ അരവിന്ദ് സാവന്താണ് ഇവിടെ മത്സരിച്ചത്. സാവന്ത് ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷത്താണ്. ഇന്ത്യ സംഘത്തിന്റെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായി ഈ സീറ്റ് വിട്ടുതരില്ലെന്ന് ശിവസേന ഉദ്ധവപക്ഷം വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ മിലിന്ദ് ദേവ്ര പ്രതികരിച്ചെങ്കിലും സഖ്യ ചർച്ചയിൽ സീറ്റ് ശിവസേനയ്ക്ക് നൽകാൻ ധാരണയായതാണ് പാർട്ടി വിടാൻ ഇപ്പോൾ കാരണമായി പറയുന്നത്. ശരി, മുതിർന്ന കോൺഗ്രസ് നേതാവ് മിലിന്ദ് ദേവ്ര കോൺഗ്രസ് വിട്ടു. തന്റെ കുടുംബത്തിന്റെ 55 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് മിലിന്ദ് ദേവ്ര വ്യക്തമാക്കി. വിവരങ്ങളാണ് ജിൽബിയും പ്രേംലാലും നൽകിയത്.